ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ചൊരു മോർണിംഗ് വ്ലോഗാണ് കാണിക്കുന്നത്. രാവിലെ മക്കളെ സ്കൂൾ പറഞ്ഞേക്കുന്നതും പിന്നെ അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. തട്ടിക്കൂട്ടി ചോറുണ്ടാക്കാന്ന് പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു ലൈക്ക് കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, നിങ്ങൾ ഒരിക്കലും ബോറടിപ്പിക്കൂല. സാധാരണ ഞാൻ 5:30 മണിക്ക് അങ്ങനെ എണീക്കോട്ടാ, പക്ഷെ അന്ന് മുതൽ തിരക്ക് പിടിച്ച ഒരു റൊട്ടീനായിരിക്കും. ആ ടൈമിന് വീഡിയോ എടുക്കാൻ ഓർമ്മയുണ്ടാവില്ല കേട്ടോ. തിരക്ക് പിടിച്ച് ഓരോരുത്തരെ എണീപ്പിച്ചിട്ട് ഒരു പല്ലേച്ച് പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഇതുവരെ എക്സാം അല്ലേനാ, ആ ഒരു ടൈമിന് ഞാൻ കുറച്ച് നേരം ഒന്ന് റിവൈസ് ചെയ്ത് എടുപ്പിക്കും കേട്ടോ. കാരണം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ഫുള്ള് കലവിലായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ആൻസറിലൊന്ന് നോക്കും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അവർ ചായലും കുടിച്ച് പിന്നെ അവരെ മദ്രസയെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഓർമ്മ വരിക, വീഡിയോ എടുത്തിട്ടില്ലല്ലോ. കാരണം ഞാൻ അന്ന് തലേന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഇന്ന് വീഡിയോ എടുക്കാം, പക്ഷേ മറന്നു പോകട്ടാ. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന് വിചാരിക്കും. അതിന് ശേഷമാണ് നമ്മുടെ സുലൈമാനിയിലെ കട്ടൻ ചായ, അത് ഞാൻ കഴിക്കൽ. ഇന്ന് ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റാണ്. അപ്പം ഞാൻ അതിന് ശേഷം പെട്ടെന്ന് തന്നെ മക്കളെ പോയിട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം ഇതാന്ന് പറയുമ്പോഴത്തേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് മെയിൻ കാരണം ഫോണാണ് കേട്ടോ. ഫോൺ എടുത്തു കഴിഞ്ഞ് പിന്നെ സമയം പോയത് അറിഞ്ഞിക്കേ ഇല്ല. കുറച്ച് നേരെ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് വരുമ്പം രണ്ടാക്കും പീടിയ കാരണം പൈസ ഉണ്ട് കയ്യിൽ. അപ്പം ഒരാളുടെ കയ്യിൽ 5 റുപ്യ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ലേസ് മേടിച്ചിട്ടുണ്ട്. മറ്റേ ആളുടെ കയ്യിൽ 2 റുപ്യ ഉള്ളൂ, അതുകൊണ്ട് 2 റുപ്യേൻ്റെ മുട്ടായും മേടിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ ടൈമിന് ഞാൻ സ്നാക്സ് വാങ്ങിക്കും, പക്ഷേ ഇപ്പം വേണ്ടയില്ല. എന്തല്ല വാങ്ങുന്നേ? ഇഞ്ഞ് വാങ്ങിയേ എത്ര പൈസയാണുള്ളേ? 2 റുപ്യ. 100 രൂപ. ആ ഒരു മുട്ടായും ആ ഒരു ലേസും ഇങ്ങ് വീട്ടിൽ കാറ്റിട്ടില്ല കേട്ടോ. അവർ വൈക്കുന്ന തന്നെ കഴിച്ചിട്ടുണ്ട്. കാരണം രണ്ടാളിവിട അടിയും പിടിയായിരിക്കും കാണിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനൊട്ട് വാങ്ങിക്കൊടുത്തിട്ടുമില്ല, കാരണം ഉള്ള പൈസ കൊണ്ട് മേടിച്ചോട്ടെ. പിന്നെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചാൽ അവർ ഷെയറിങ് ചെയ്യൂല. ഇത് നമ്മളെ ചില്ലി ചിക്കനാണ്, അതിൻ്റെ കൂടെ ബ്രെഡ് ടോസ്റ്റ് ആണ്. ഞാൻ നിങ്ങളോട് ദോശ എന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ വീണ്ടും ദോശേനെ ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനും. അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇന്നത്തതല്ല കേട്ടോ, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഞാൻ ഞായറാഴ്ച കഴിച്ചിട്ടുള്ളതാണ്. കാരണം ശനിയാഴ്ചയാണ് ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബാക്കി എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം നമ്മൾ പുറത്ത് പോയിട്ടേനും ഉള്ളത്. പിന്നെ മെയിനായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ലേസി ആയിട്ടുള്ളത്, ദോശേൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ചിക്കൻ കറിയും മിക്സ് ആക്കിയിട്ട് ഞാനൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ചിക്കനും ഇട്ടിട്ട് അത് ഞാൻ ഇതിൽ മുന്നേ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു കറി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ വാട്ടൊന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ലഞ്ചിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരും, അതുകൊണ്ട് അത് ഉണ്ടാക്കിയേ തീരുള്ളൂ. രാവിലെ 7 മണിക്ക് ഞാൻ ബസ്മതി അരി കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അരമണിക്കൂറേ വേണ്ടുള്ളൂ. നന്നായിട്ട് കഴുകിയിട്ടാണ് കുതിർത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ്. ഞാനിത് വാങ്ങുന്ന വീഡിയോ എല്ലാം മുന്നേ കാണിച്ചിട്ടുണ്ട്, ഷോപ്പിംഗ് വീഡിയോ. പിന്നെ നമ്മുടെ ദോശ പച്ചരീൻ്റെ ദോശയാണ്. ഈ ഒരു ദോശ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല നെയ്സ് ദോശയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, കഴിക്കാനും പറ്റും. ഇത് 1, 2 ഒന്നല്ല, ഇതിൽ കൂടുതൽ അവർ കഴിക്കും. പിന്നെ ഇത് കുറച്ചൊന്ന് മൂടി വെച്ചിട്ട് അതിൽ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഓയിൽ സ്പ്രേ ബോട്ടിൽ ഞാൻ വാങ്ങിയ വീഡിയോ ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ അല്ല, അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ചെറിയൊരു എമൗണ്ട് ആളും. ഇതിൻ്റെ ലിങ്കും കുറേ സാധനങ്ങൾ മേടിച്ച അതിൻ്റെ ലിങ്കും ഞാൻ ആ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തുള്ളുണ്ടെ കണ്ടോക്ക്. അതും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അമ്മന് പോയതിന് സമയമായിട്ടുള്ളത് കേട്ടോ. സ്കൂള് ഇന്ന് 30ാം വാർഷികവും അതുപോലെ മുന്നേ പഠിച്ച അധ്യാപകരെല്ലാം പോകുന്നതുകൊണ്ട് കുറേ പരിപാടിയും കാര്യങ്ങളിലും ഉണ്ട്. ഷാഫി പറമ്പിലും വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം അവിടെ വരുന്നുണ്ട് കേട്ടോ. അതേ ടൈമിൽ തന്നെയാണ് ഇവരെ സ്കൂളും പാരൻസ് മീറ്റിംഗ് ഉള്ളത്. 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും 10 മണിക്കാണ്. അതുകൊണ്ട് തന്നെ 9 മണിക്കാണ് ഇവർക്ക് ക്ലാസ് തുടങ്ങുക. അപ്പോൾ 9 കാലമായിട്ടുണ്ട്. മക്കളെല്ലാം സ്കൂളിൽ കൊണ്ടായി കൊടുത്തിട്ടുണ്ട്. ചെറിയ മോക്കും ഈ ഒരു ടൈമിൽ തന്നെയാണ്. അപ്പം ഇവരെ കൊണ്ടായി കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. 10 മണിക്ക് മീറ്റിങ്ങിന് വരുന്നില്ലേ, അങ്ങനെയെല്ലാം പ്ലാന്. അപ്പം ഞാൻ ആ ഒരു ടൈമിനും ലേറ്റ് ആവുന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നെ വന്ന വടനെ പഴിച്ചിട്ട് കണ്ണ് കാണുന്നില്ല എന്ന് പറയില്ലേ, ആ ഒരു കണ്ണ് കാണാത്തതുകൊണ്ട് ദോശയും ഇറച്ചിക്കറിയും കഴിച്ചു കേട്ടാ. റേഷൻ പീടിയിൽ നിന്ന് പച്ചരി വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക ദോശ ചുടാം. ദോശ ചുടണമെങ്കിൽ എന്താ വേണം, നമുക്ക് വെറുംചോറ് വെക്കണം. കുറച്ച് ചോറും തേങ്ങയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ അരക്കുക. ചോറ് വെച്ച് കഴിഞ്ഞാൽ ദോശയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം പിന്നെയും ഞാൻ പച്ചരി ഓർത്തു കേട്ടാ. കാരണം ഇഡ്ഡലി, മസാല ദോശ,
ഉഴുന്ന് ദോശ അങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. അതിനും നമ്മുടെ ഈ ഒരു പച്ചരിയാണ്. ഈ ഒരു ദോശ കഴിക്കുമ്പോൾ അറിയുകയില്ല കേട്ടോ, 2, 3, 4 അങ്ങനെയെല്ലാം പോകും കേട്ടോ. ചുട്ടിടണം, എന്നാലേ ചൂടാലെ കഴിക്കാൻ പറ്റും. തണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നറിയും. ഇവർക്കെല്ലാം ചൂടാലെയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ പണി തുടങ്ങണം. പിന്നെ ബാക്കിയുള്ള സൺഫ്ലവർ ഓയിൽ ഞാൻ വേറൊരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഇതെല്ലാം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഒന്നില് ഓയിൽ, ഒന്നില് വെളിച്ചെണ്ണ അങ്ങനെയെല്ലാം ഒഴിക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണേ. കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേനും ആ ഒരു വെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബസ്മതി അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സൺഫ്ലവർ ഓയിൽ 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് ഉപ്പും, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വേഗമായി കിട്ടും കേട്ടോ. അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ കുതിർന്നിട്ടുണ്ട് ബസ്മതി അരി. ചോറ് തലേന്ന് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി, എന്നാൽ വേഗം പണികൾ എളുപ്പമായി കിട്ടും. പിന്നെ ബാക്കിയുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചാലും മതി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യൂല, എപ്പോഴും വിചാരിക്കും ചെയ്യണമെന്ന്. അങ്ങനെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ആൾക്കും ലഞ്ച് ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ഈ കുറച്ച് ഡേ ആയിട്ട് ലഞ്ച് ബോക്സ് ഒന്നും എടുക്കലില്ല, കാരണം ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല ചൂടാല ചോറും കറിയെല്ലാം കിട്ടുന്നുണ്ടേനും. പക്ഷേ ഇന്ന് പറയാൻ മറന്നുപോയി, 9 മണിൻ്റെ മുന്നേ ഇൻഫോം ചെയ്യണം. സ്പെഷ്യലായിട്ട് ബുധനാഴ്ച നെയ്ച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാകും, വെള്ളിയാഴ്ച മജ്ബൂസ് ഉണ്ടാകും. അതുകൊണ്ട് മക്കളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. എൻ്റെ പകുതി പണി കുറഞ്ഞതിൻ്റെ തൊട്ടാണ്. പക്ഷേ ഇത് മുന്നേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാൻ, അതുകൊണ്ട് എന്നോട് മറന്നും പോയി. എന്തായാലും ഇന്ന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ആ മീറ്റിങ്ങിന് മുന്നേ അവിടെ എത്തണം, ആ ഒരു ടാർഗറ്റിലാണ് ഞാൻ പോകുന്നത്. ഇനി വെജീസ് എന്ന് പറയാനൊന്നുമില്ല, ക്യാപ്സിക്കം, ഉള്ളിയും, ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതാവുമില്ലേ പണികൾ എളുപ്പമായി കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എല്ലാം ഒരുമിച്ചിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. മഴക്കാലമായതുകൊണ്ട് തന്നെ മണ്ണട്ട, അതുപോലെ ഒച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര സൗണ്ടാണ് ഈ മണ്ണട്ടേൻ്റെത്. വർക്ക് ഏരിയയിലാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ അരി വെന്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അരിപ്പയിലേക്ക് കോരി മാറ്റുന്നുണ്ട്. ഫുള്ളായിട്ട് വെന്തടിയൊന്നും ചെയ്യരുത് കേട്ടോ, ഒരു 70-80% വെന്ത് കിട്ടിയാൽ മതി. വെന്തടിയണമെന്നില്ല. അടിഞ്ഞു കഴിഞ്ഞാൽ കുളമാവും, അത് ഉറപ്പാണ്. മണ്ണട്ട എന്ന് പറഞ്ഞാൽ ചിവീടാണ്, അതിനാണ് നമ്മൾ മണ്ണട്ട എന്ന് പറയുക. ഇനി ഈ ഒരു ചെമ്പും പാത്രം എല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മസാലയാക്കി മാറ്റണം. 2 തരം ക്യാപ്സിക്കം ഉണ്ട്, ഒന്ന് ഗ്രീനും ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് റോൾഫോർഡിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാൻ വരുന്ന ടൈമിന് വാങ്ങിച്ചതല്ല, അതിൽ മുന്നേ വാങ്ങിയതാണ്. പോകുമ്പം കൊണ്ടുവരും, തിരിച്ചും കൊണ്ടുവരും. നല്ലതാണെങ്കിൽ കേടായിക്കിൻ്റെ അവിടെ വെക്കും, എന്നിട്ട് നല്ലത് മേടിക്കും. അങ്ങനെയാണ്. അപ്പം ഒന്നും ആയിക്കില്ല, നല്ല സാധനമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരമുള്ളത് ഇത് തന്നെയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ പൊരിച്ചിട്ടുണ്ടേനും, അത് ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്, അത് ഫ്രൈഡ് റൈസിന് മസ്റ്റാണ്. ഇതാ നിങ്ങൾ കണ്ടില്ലേ, ഞാനെല്ലാം കട്ട് ചെയ്ത് നല്ല കുനുകുനാന്നാക്കിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം കേട്ടാ. പിന്നെ ഇതാകുമ്പോൾ മക്കൾക്ക് ഒരു പച്ചക്കറീസും എടുത്ത് മാറ്റാൻ പറ്റില്ല, അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അർബാഡല്ല, എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ചെയ്തതാണ്. അപ്പം ഇങ്ങക്ക് സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി കേട്ടാ. ഞാൻ അധികവും ഓയിൽ തന്നെയാണ് എടുക്കൽ, പക്ഷേ ഇപ്പം ബട്ടർ ഉള്ളതുകൊണ്ട് എടുത്തതാണ്. ഒരു കുറച്ച് വലിയ പീസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ ഇട്ട ഉടനെയല്ല, ഒന്നത് അലിയുമ്പോഴത്തേക്ക് ഞാൻ ഗാർലിക് ചാച്ചുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ വിട്ടതാണ്. ഒരു 5, 8 അല്ലെ 10, ഇവിടുത്തെ ആകുമ്പോൾ ചെറുതല്ലേ, അത് ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചോപ്പറിൽ കുനുകുനാന്ന് അരിഞ്ഞിട്ടും ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി ഫ്ലേക്സ്, അത് ഉണക്ക കായ്മുളക് പൊടിച്ചതാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഘടകം. ഞാൻ അധികം ഈ ഒരു ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വെജീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉള്ളി, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇത് ഇട്ട് ഉടനെ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നൊന്ന് വാട്ടി കൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കാം. 1 മിനിറ്റ് തീ കുറച്ച് മൂടി വെച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് വെന്ത് കിട്ടും. കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ ഉടനെ തന്നെ മൂടി തുറക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. വാട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മസാല
മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. കുറേ മഞ്ഞൾ, മുളക് അങ്ങനെ വാരി മസാലപ്പൊടികളൊന്നും ഇതിൽ ഇട്ട് കൊടുക്കണമെന്നില്ല. കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ പിച്ചി എടുത്തിട്ട് നമ്മുടെ ചിക്കനില്ലേ അത് ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ്, ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വേറൊന്നുമല്ല, മുട്ടയാണ്. അപ്പോൾ മുട്ട ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ 4 ചുറ്റും ഇങ്ങനെ കളം വരക്കൂലേ അതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ മുട്ട സെപ്പറേറ്റ് പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ചിക്കി എടുത്തിട്ട്. പക്ഷേ ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറയില്ലേ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണെന്ന്. എനിക്കിങ്ങനെ കുറേ പാത്രങ്ങൾ എടുത്തിട്ടെല്ലാം കയ്യെല്ലാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇതിൽ തന്നെ മുട്ട അങ്ങ് ഉടച്ചിടുന്നതാണ്. ഒരു 5 മുട്ട ഇതിലേക്ക് ഉടച്ചിട്ട് ഒരു നുള്ളുപ്പ് എന്ന് പറയട്ടെ, കുറച്ച് ഉപ്പ് ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട്. അതൊരു ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്പൈസി ഇരിക്കട്ടെ. ഇനി അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കരുത്, കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഇളക്കിപ്പോയി തിരക്കുകൊണ്ട് അങ്ങ് ടൈമില്ലല്ലോ, നമുക്ക് വേഗം കൊണ്ടുപോകണ്ടേ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ സോയാ സോസ്, അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറേയൊന്നും കൂടി പോകണ്ട, അല്ലെങ്കിൽ നമുക്ക് കറുത്ത കളറായി പോവും. 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. പിന്നെ അതേ അളവ് തന്നെ ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വല്ലാണ്ട് എരിവൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം പുളിപ്പെല്ലാം ഉണ്ടാവും. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടത്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ, എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി വേറൊന്നും ഇടണമെന്നില്ല, നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസില്ലേ അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിട്ട് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഷെയ്ക്കാക്കിയാൽ മതി. പിന്നെ കുറേ ചോറെല്ലാം ഉണ്ടാകുമ്പം ഷെയ്ക്കാക്കാൻ പറ്റൂല, ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ചുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ തന്നെ എടുക്കും. അടിയിൽ നിന്നുള്ള മസാലയെല്ലാം മേലേക്കെല്ലാം ആക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതായത് ഉള്ളിത്തണ്ട്, അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ചില ടൈമിന് കിട്ടലില്ല. പിന്നെ അതന്നെ ഉണ്ടായിട്ട് നമുക്ക് വെക്കാന്ന് വെച്ചാൽ നടക്കുകയില്ല. അതുകൊണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തൊരു ഫ്രൈഡ് റൈസാണ്. വിട്ടുപോയി ഞാൻ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നോട് സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി ചോറൊന്ന് തണിയെ വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. എന്നിട്ട് ഞാൻ ലഞ്ച് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടുള്ള ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു കുമറിൻ്റെ തൊട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചൊന്ന് ആറിയിട്ടാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ കൂടുതൽ ലഞ്ച് ബോക്സിൽ ഇടണേന്ന്. എല്ലാവരും കഴിച്ചോളും, വേസ്റ്റ് ആക്കൂല. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് നന്നായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ടൊമാറ്റോ സോസ് തൊട്ട് കൂട്ടാനില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഉമ്മ ടൊമാറ്റോ സോസ് വേണം, കുറേയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ലേ. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ ഇതെല്ലാം ഉണ്ടായി കൊടുക്കലുള്ളൂ. ഇപ്പം ക്യാൻറ്റീനിൽ ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ലഞ്ച് കൊടുക്കലില്ല, സ്നാക്കായിട്ടുള്ള ഫുഡാണ് ഞാൻ പിന്നെ കൊടുക്കൽ. ഈ ഒരു ചോറ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉച്ചക്ക് ഒരു പണിയും ഇല്ല, ഉച്ചക്ക് ചോറൊന്നും വെക്കണ്ട, അതങ്ങനെ തന്നെയാണ് വെക്കും കേട്ടോ. ഇതുപോലെ രാവിലെ കൊടുക്കുന്നുണ്ടെങ്കിൽ തലേന്ന് വെജീസ് എല്ലാം കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കണം. ചോറ് രാത്രി വെച്ചിട്ട് നമുക്ക് പിറ്റേന്ന് സുഖമായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ തിരക്ക് പിടിച്ചിട്ടൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഞാനിത് എന്നോട് തന്നെ പറയുന്നതാണ്. ഞാൻ നാളെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് രാത്രി ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല കേട്ടോ. ആ ഒരു ടൈമിന് തന്നെയാണ് മക്കളെ യൂണിഫോം എല്ലാം വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കൽ. കാരണം അന്ന് അലക്കലും ഇല്ല. ഞായറാഴ്ച എവിടെയും പോകണ്ടെന്ന് വിചാരിക്കും, പക്ഷേ എവിടെയെങ്കിലും പോകണം, ആരെങ്കിലും വിളിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ലേറ്റായിട്ട് വീട്ടിലെത്തും, പിന്നെ ഒന്നും നടക്കൂല. പിന്നെ എൻ്റെ ക്ലീനിങ് മെയിനായിട്ട് ശനിയും ഞായറാണ് ഞാൻ ചെയ്യൽ. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പിന്നെ ഓട്ടപ്പാച്ചൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് മക്കൾക്ക് കൊടുക്കുകയും പറ്റും കേട്ടോ. പിന്നെയും മക്കൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചവരെ ഒന്നും വെക്കൂല കേട്ടോ, അന്നേരം തന്നെ ചൂടാലെ കുറച്ചൊന്ന് കഴിച്ചു നോക്കും കേട്ടോ, അടിപൊളിയാണ്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോ ആയിട്ടും പുതിയ വ്ളോഗുമായിട്ടും കുക്കിങ്ങുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, മാസ്സലാമ.